എന്നെ കാണാൻ വേണ്ടിയിട്ടേ കഴിഞ്ഞ തവണ ഒരു ഫീമെയിൽ പേഷ്യൻ്റ് വന്നിരുന്നു. അപ്പോൾ ആളുടെ അമ്മയുടെ കൂടെയാണ് വന്നിരുന്നത്. കുറച്ചധികം പ്രശ്നങ്ങൾ പറയാനുണ്ട്. മെയിനായിട്ട് അവർക്ക് പറയാനുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് ഗെയിനാണ്. അതായത് ഒബേസിറ്റി, ഒരുപാട് വണ്ണം വച്ചു, തൈറോയിഡിൻ്റെ പ്രശ്നമുണ്ട്, അതേപോലെ തന്നെ PCOSൻ്റെ പ്രശ്നമുണ്ട്, പിന്നെ മൾട്ടിപ്പിൾ ജോയിൻറ്റ് പെയിൻസ്, അങ്ങനെ എല്ലാം ഉണ്ട്. പക്ഷേ ഇതിലൊക്കെ മെയിനായിട്ട് എടുത്തു പറയേണ്ട കാര്യം വണ്ണം കൂടി നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവരിങ്ങനെ പറഞ്ഞു, ഒരുപാട് നമ്മളൊക്കെ ഇതിന് വേണ്ടിയിട്ട് ശ്രമിച്ചു നോക്കി, വണ്ണം ഒട്ടും കുറയുന്നില്ല, ഒരിഞ്ച് പോലും നീങ്ങുന്നില്ല എന്ന് പറയുന്നത് പോലെ ഒരംശം പോലും കുറയുന്നില്ല. ആ ഒരു അവസ്ഥയാണ് നിന്നിരുന്നത്. ഞാനൊരു 2 ആഴ്ചയ്ക്ക് നമ്മുടെ വെയിറ്റ് ലോസ് കോംബോ മെഡിസിൻസ് കൊടുത്തു. അതേപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ ഡയറ്റിലാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ആക്ടിവിറ്റീസിലാണെങ്കിലും ശ്രദ്ധിക്കാൻ പറഞ്ഞയച്ചു. അതൊക്കെ അവർ കൃത്യമായിട്ട് ചെയ്തു എന്ന് വേണം വിശ്വസിക്കാൻ. കാരണം അവർ 2 ആഴ്ച കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഏകദേശം 3 കിലോൻ്റെ അടുത്ത് വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ അടുത്ത് പറയുകയും ചെയ്തു, സാർ അറ്റ്ലീസ്റ്റ് ഇപ്പോൾ ഒരു 1 ഗ്രാം 100 ഗ്രാമെങ്കിലും കുറവ് എന്ന് കാണാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ ട്രീറ്റ്മെൻറ്റുകൾ നിർത്താറുള്ളത്. പക്ഷേ ഇതിപ്പോൾ നന്നായിട്ട് വ്യത്യാസം വന്നിട്ടുണ്ട്, ഞങ്ങൾക്കിതിൽ വിശ്വാസമാണ്, നമ്മളിതിനെ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ തീരുമാനിച്ചു, ഞങ്ങളത് കൃത്യമായിട്ട് ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ പലർക്കും ഈ ഒരു വെയിറ്റ് ലോസിനെ പറ്റി അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഡയറ്റ് എടുക്കുന്നതിനെ പറ്റി കൃത്യമായിട്ടുള്ള ധാരണ ഇല്ലാതെയാണ് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാറുള്ളത്. അല്ലെങ്കിൽ എന്താണോ അവരുടെ യഥാർത്ഥ പ്രശ്നം എന്നറിയാതെയാണ് അവരതിനെ പരിഹരിക്കാൻ ഇറങ്ങാറ്. നമ്മളതിൻ്റെ മൂലകാരണത്തെ കണ്ടെത്തി അതിനനുയോജ്യമായിട്ടുള്ള ചികിത്സകളും ഭക്ഷണ ക്രമീകരണങ്ങളും ജീവിതശൈലിയിലെ മാറ്റങ്ങളും ഒക്കെ നിർദ്ദേശിച്ച് കഴിഞ്ഞാൽ അനുയോജ്യമായിട്ട് തന്നെ നമുക്കത് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും.